മുകുന്ദന്റെ വീട്ടിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ അപർണയും ഭദ്രയും തമ്മിൽ തെറ്റുന്നു. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതിനുശേഷം സേവ്യറെ കാണാൻ പോയ കാര്യം മഹേന്ദ്രനോട് ഭദ്ര പറയുന്നു. പള്ളിയിൽ സേവ്യറെ ചെന്ന് കാണുന്ന ഭദ്ര ജൂഡും അപർണയും തമ്മിലുള്ള സ്നേഹബന്ധത്തെപ്പറ്റി അവർ സംസാരിക്കുന്നു. ഒടുവിൽ അപർണയുടെ യഥാർത്ഥ അച്ഛൻ സേവ്യറുടെ ജ്യേഷ്ഠനായ ജോൺ സേവ്യർ ആണെന്ന് സേവ്യറോട് ഭദ്ര. തെളിവിനായി ജോൺ സേവ്യർ ഉപയോഗിച്ചിരുന്ന കൊന്ത സേവ്യറെ കാണിക്കുന്നു. അത് കണ്ട് തളരുന്ന സേവ്യർ. ഭദ്രയുടെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടുന്ന മഹേന്ദ്രൻ. ജൂഡിന്റെ കുഞ്ഞാണ് അപർണയുടെ വയറ്റിൽ വളരുന്നതെന്ന കാര്യം ഓർത്തപ്പോൾ അയാൾ ആകെ തളർന്നു പോകുന്നു. അതിനുശേഷം തന്നെ അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞ് സേവ്യർ തനിക്കൊരു ഫോൺ ചെയ്തെന്ന് മഹേന്ദ്രനോട് ഭദ്ര. തുടർന്ന് കാണുക. എനിക്ക് നിങ്ങളോട് ഒറ്റയ്ക്കാ സംസാരിക്കണ്ടേ. ഇന്ന് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പൊടിമോനെ, പൊടിമോനെ. ആ ഉപ്പ, ഞാൻ ഇറങ്ങുകയാണേ. ആ, നീ അവിടെ നിൽക്ക്, ഞാനും കൂടെ വരുന്നു. എങ്ങോട്ടാ പാപ്പ? ഞാനും കൂടെ വരാം, നീ ഒറ്റയ്ക്ക് പോണ്ട. ഉപ്പാപ്പ ഇത് എങ്ങോട്ടാ? ഈ തണുപ്പത്തിന് എങ്ങോട്ട് പോണ്ട. ആസ്മ ഇത്തിരി കുറഞ്ഞിരിക്കുക. അപ്പോഴായി രാത്രി പോയിനി വഷളാക്കാൻ. എനിക്കൊന്നുമില്ല, എനിക്ക് പോണം. ആ അക്കോഡിയൻ രാത്രി തന്നെ നന്നാക്കി വെക്കാനുള്ളതാ. ആ പീറ്ററിന് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്നത്തെ ബഹളത്തിനിടെ ഞാനത് മറന്നുപോയി. ഇന്നിപ്പോ പോണ്ട ഉപ്പാപ്പ, നല്ല തണുപ്പുണ്ട്. കുഴപ്പമില്ല മോളെ, ചില കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ശരിയാവത്തില്ല. അല്ലൂടെ പിടിവനെ. പിന്നെ ഇവനെ രാത്രി തനിച്ച് വിടാനും വയ്യ. തനിച്ച് പോകേണ്ടവൻ തന്നെ പലയിടത്തും. ഈ ഉപ്പാപ്പയുടെ ഒരു കാര്യം. എന്താ പറയണം? നിങ്ങൾ ചെയ്തൊരു പാപമാണ്. എന്റെ ചോണച്ചായനും അതിൽ പങ്കാളിയാണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ കാണിച്ച കൊന്ത അതെന്നെ ബോധ്യപ്പെടുത്തി. കാലം കഴിഞ്ഞാലും ചില തെറ്റുകൾ നമ്മളെ പിന്തുടരും. എന്റെ ജോണച്ചായൻ ചെയ്ത തെറ്റല്ലേ? ഞാൻ പോയി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. ഇതെന്റെ ഏട്ടൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അങ്ങനെ ഞാൻ കരുതുന്നേ. ഈ ബന്ധം നടക്കരുത്. ഇത് നടക്കില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെ? എന്താ സേവിച്ചെന്ന് ഉദ്ദേശിക്കുന്നേ? എന്റെ പൊടിമോൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കില്ല. ചേട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ ചെയ്യുന്ന പ്രായച്ചിത്തം ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഇത് ഞാൻ പരിഹരിച്ചോളാം. പക്ഷെ അതെങ്ങനെ? ഇതിന്റെ പേരില ഇപ്പൊ അപ്പു ഇവിടുന്ന് പിണങ്ങിപ്പോയത്. മഹിയേട്ടൻ പിണങ്ങിപ്പോയി. എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളാരെയും പിണക്കണ്ട. ഇതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബം തകരണ്ട. അങ്ങനെ ചെയ്താൽ അത് അബദ്ധമാകും. പിള്ളേര് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവും. പിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന വരില്ല. എന്നുവെച്ചാ നിങ്ങൾ പോയി മോളോട് കല്യാണം നടത്താൻ സമ്മതിച്ചോ? ഒരുക്കങ്ങളും നടന്നോട്ടെ. എന്റെ പൊടിമോൻ ഈ കല്യാണം കഴിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ അവന്റെ മനസ്സ് മാറ്റിക്കൊള്ളാം.
ഇതെന്റെ വക. എന്റെ ഏട്ടന്റെ ആത്മാവ് ഇതാഗ്രഹിക്കുന്നേ. എന്റെ അമ്മ, അച്ഛൻ വന്നോ? ഇല്ല. പിന്നെ ആരാ? അത് ഞാൻ ശബ്ദം കേട്ട് തുറന്നതാ. വേറെ ആരോ ആണ്. ഇങ്ങോട്ട് വന്നതല്ല. ഡോർ അടച്ചിട്ട് വന്ന് കിടക്ക്. ഞാൻ അപ്പുവിനെ പോയി വിളിച്ചോണ്ട് വരാൻ പോവാ. നേരാണോ അമ്മ? പക്ഷേ വിളിച്ച ചേച്ചി വരുമോ? തോറ്റു കൊടുക്കുക മോളെ. അച്ഛനും കൂടെ ഇറങ്ങിപ്പോയപ്പോ ശരിക്കും ഞാൻ ഇനി അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. അപ്പോ ജൂഡിന്റെ കാര്യം? അതിന് ഞാൻ സമ്മതിക്ക. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. സത്യാണോ അമ്മ? അച്ഛൻ മ്യൂസിക് ഷോപ്പിലുണ്ട്. നമുക്ക് പോകുന്ന വഴി അച്ഛനെ കൂടെ വിളിച്ചോണ്ട് പോവാം. പോകുന്ന വഴിയോ? ആര് പോകുന്ന വഴി? ഞാൻ വരുന്നില്ല. നീ വരണോ അപ്പോ? മോളും അവിടെ ഒറ്റയ്ക്കാ. മഹേട്ടനും വളരെ പറയടാ. നീ വാ. വന്നിട്ട് എന്തിനാ? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പയ്യനെ കല്യാണം കഴിക്കാനല്ലേ? അമ്മ കൊണ്ടുവരുന്ന ആലോചനയ്ക്ക് സമ്മതം മൂളാനല്ലേ? അതിന് എന്നെ എനിക്ക് കിട്ടില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, അതിനല്ല. എനിക്ക് വിശ്വാസമില്ല. ഓരോ പ്രാവശ്യം അമ്മയുടെ കണ്ണീര് കണ്ട് ഞാൻ മനസ്സ് മാറ്റി. ഇനി അങ്ങനെ ഒരു അബദ്ധം ഞാൻ കാണിക്കില്ല. അച്ഛനോട് ഞാൻ പറയാൻ പോവാ, എനിക്ക് ഹോസ്റ്റലിലേക്ക് മാറണം. പിന്നെ അപ്പോ നിനക്ക് ആ പയ്യനെ വേണ്ടേ? ഏത് പയ്യനെ? ജൂഡിനെ. ജൂഡുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാ. അത് പറയാൻ കൂടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. അല്ല മോളെ, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ. ശ്രീദേവിയുടെ മീനാക്ഷിയുടെ മുമ്പിൽ വെച്ചല്ലേ നമ്മളത് പറയുന്നത്. ഇനി നിനക്ക് വിശ്വസിച്ചൂടെ? ഇല്ല. നീ ഇനി വന്നേ. വാ മോളെ, കാര്യം പറയട്ടെ. വാ. വേണ്ട. വാ. പിന്നെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി അപ്പൂനെ വിളിച്ചോണ്ട് വന്നു. മനസ്സിൽ അത്രയും ഭയമായിരുന്നെങ്കിലും സന്തോഷവും സംതൃപ്തിയും ഞാൻ അഭിനയിക്കുകയായിരുന്നു. പുറമേക്ക് ഇഷ്ടം കാണിച്ച് എല്ലാത്തിലും പങ്കുകൊള്ളുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. സേവ്യർ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട് എലിക്കും മുള്ളിനും കേടില്ലാത്ത വിധം കാര്യങ്ങൾ ഒതുക്കി തീർക്കുമെന്ന്. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടാ അന്ന് അയാൾ എന്നോട് സംസാരിച്ചത്.
അപ്പൊ അങ്ങനെ മനസ്സിൽ ചില കണക്കൂട്ടൽ നടത്തിക്കൊണ്ട എല്ലാത്തിനും നീ ഒപ്പം നിന്നല്ലേ? അതെ മഹേട്ട. നിന്നെ എനിക്ക് പോലും മനസ്സിലായില്ലല്ലോ ഭദ്രേ. 24 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും സ്വന്തം ഭാര്യയുടെ ഉള്ളം താണെന്ന് പിടികിട്ടാത്ത ഒരു ഭർത്താവായി പോയി ഞാൻ. പക്ഷേ മഹേട്ടനെ മറയ്ക്കണമെന്നോ ചതിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല. ഒരമ്മയും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് വേറെ മാർഗമില്ലഞ്ഞിട്ടാ. എന്നിട്ട് ആ സേവ്യർ അയാൾ ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. 20-ാം തീയതി അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ടെൻഷനായി. 18-ാം തീയതി നിഖിലിന്റെയും മീനാക്ഷിയുടെയും റിസപ്ഷൻ ദിവസം സേവിച്ചനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാനായിട്ടാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെയാ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ആ വീടിന്റെ പിൻഭാഗത്ത് സേവിച്ചൻ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. കഴിച്ചു. എന്തായി? പിന്നെ ഒരു വിവരമില്ലല്ലോ. ഉള്ളിലെ ടെൻഷനും വെച്ച് എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കാണിച്ച് നടക്കോ ഞാൻ. ജൂഡും അപ്പം അവര് രണ്ടുപേരും ഒന്നും പറയുന്നില്ലല്ലോ. കാണുന്ന ആൾക്കാർക്കൊക്കെ 100 കൂട്ടം ചോദ്യങ്ങളാ. അമ്പലത്തിൽ വെച്ചാണോ പള്ളിയിൽ വെച്ചാണോ? ഇതിനിടയിൽ അവര് മറ്റന്നാള് രജിസ്റ്റർ മാരേജും ഫിക്സ് ചെയ്തിരിക്കുക. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ആ കല്യാണം നടക്കില്ല. ഇത് ഞാൻ പറഞ്ഞ വാക്കാ, അതിൽ മാറ്റം ഉണ്ടാവില്ല. എങ്ങനെയാ? അവനൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിനവൻ നാളെ മുംബൈയിലെത്തണം. അങ്ങനൊരു ഫോൺ കോൾ അവന് കിട്ടും. അവൻ മുംബൈയിൽ പോകും. അവൻ പോയാൽ ആ കല്യാണം മുടങ്ങും. അവിടെ അവനെ പറഞ്ഞു തിരുത്താൻ ആൾക്കാരുണ്ടാകും, അവന്റെ ഗുരുസ്ഥാനത്തുള്ളവർ. ഇത്രയും നിങ്ങളിപ്പോൾ അറിഞ്ഞാൽ മതി. ചേച്ചി അപ്പ വിളിക്കുന്നു. ശരിയാ, സേവർ എന്നോട് പറഞ്ഞിരുന്നു ജൂഡിന് ബോംബെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അയാൾ എന്നോട് ഒന്ന് പറഞ്ഞത്. അപ്പോ അതൊരു ചതിയായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം. എനിക്കറിയില്ല മഹേട്ട. പക്ഷേ ബോംബെയിൽ ജൂഡ് പോകുമ്പോ ഈ കല്യാണം മുടങ്ങും, പിന്നത് ഒരിക്കലും നടക്കില്ല, അങ്ങനെ സേവിച്ചൻ പറഞ്ഞത്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ അയാളുടെ മനസ്സിൽ കൊല്ലണോന്ന് തന്നെയാ. അവളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ ഭാര അവളുടെ വയറ്റിലെന്ന് അവൾ അറിയുമ്പോ, ബോംബെയിൽ ജൂഡ് പോകുമ്പോ ഈ കല്യാണം മുടങ്ങും, പിന്നത് ഒരിക്കലും നടക്കില്ല, അങ്ങനെ സേവിച്ചൻ പറഞ്ഞത്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ അയാളുടെ മനസ്സിൽ കൊല്ലണോന്ന് തന്നെയാ. ശരിയാ, ആ ഓഫീസർ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അവനാ സാധ്യത. അതെ മഹേട്ട, അതങ്ങനെയാ. കാരണം അന്നു തൊട്ട് ഇന്ന് വരെ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് പോലെയാ സേവ്യർ എന്നോട് ഇത്രയും നാളും പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പുവിനോട് മഹേട്ടനല്ല അവളുടെ അച്ഛനെന്ന് പറഞ്ഞത് സേവ്യർ അല്ലേ? ഈ ഓഫീസറോട് എന്റെ കാമുകനായി കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഈ സേവ്യർ അല്ലേ? ഒരു ഡയമണ്ട് നെക്ലേസിന്റെ ഗിഫ്റ്റും കാണിച്ച് ഇല്ലാത്ത കാമുകന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സേവ്യർ അല്ലേ? അയാൾക്കറിയാം ചത്താലും
ഞാനിത് ആരോടും പറയത്തില്ലെന്ന്. എനിക്കിത് പറയാൻ പറ്റില്ല എന്ന്. പക്ഷെ ഭദ്ര, ഇനിയും നമ്മളിത് പറയാതിരുന്നാൽ നിനക്ക് ആ ശ്രീറാമനോടെങ്കിലും പറഞ്ഞുകൂടെ? പക്ഷെ എന്റെ അപ്പു ഇത് അറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മഹേട്ട. അവളെ ഇത് അറിയിക്കരുത്. അവളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ ഭാരം അവളുടെ വയറ്റിലെന്ന് അവൾ അറിയുമ്പോ അവള് പിന്നെ ജീവിക്കില്ല. അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവളെ ഇത് അറിയിക്കരുതെന്നുള്ളത് ശരിയാ. അത്ര ആവശ്യമാ. എനിക്ക് പോലും അതറിഞ്ഞിട്ട് നെഞ്ചു പൊള്ളുക. എനിക്കറിയാം മഹേട്ട, ഇതറിഞ്ഞ മഹേട്ടന് സഹിക്കാൻ പറ്റില്ല. മഹേട്ടനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയ ഇത്രയും നാളും ഞാനിത് പറയാതിരുന്നത്. എന്റെ ഉള്ളിലെ രഹസ്യം അതെന്നെയും കൊണ്ട് പോട്ടെ എന്ന് കരുതിയ. അപ്പുവിന്റെ മഹേട്ടന്റെ മനസ്സിൽ ഒരു കളങ്കവും ഒന്നിനെ പറ്റിയും തോന്നരുതെന്ന് കരുതിയിട്ട ഈ തീതെന്ന് ഞാൻ ജീവിച്ചത്. നിനക്കിത് എന്നോട് പറയാമായിരുന്നു, ആദ്യം തന്നെ പറയാമായിരുന്നു. എങ്ങനെ മഹേട്ട, എനിക്കെങ്ങനെ പറയാൻ പറ്റും? മഹേട്ടനുമായിട്ടുള്ള ഈ വിവാഹം തന്നെ എന്റെ ഒരു വൃത്തികെട്ട വാശിയായിരുന്നു. ജോൺ എന്നെ ചതിച്ചു പോയപ്പോ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം, ഒരുതരം വാശി പോലെ. അങ്ങനെ മഹേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മഹേട്ടന് പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങൾക്കുള്ളിൽ 2 മാസം പ്രഗ്നന്റ് ആണെന്നറിയുന്ന ഒരു സ്ത്രീക്കും പിന്നെ ഒരു നല്ല ജീവിതവും ഒരു ഭർത്താവും. പക്ഷേ മഹേട്ടൻ എന്നും എനിക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. അപ്പുവിന് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അച്ഛനായിരുന്നു. സ്വന്തം മകളെക്കാളേറെ സ്നേഹം കൊടുത്ത മഹേട്ടൻ അവളെ വളർത്തിയത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മഹേട്ടനോട്, തീരില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് തുറന്നിട്ടെന്നും അവളെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അപ്പൊ ഇവിടെ വന്ന് വെള്ളം ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ ആക്സിഡന്റും എല്ലാം കൂട്ടി വായിക്കുമ്പോ ചെയ്ത തെറ്റുകൾക്കൊന്നും ദൈവം എനിക്ക് കടുത്ത ശിക്ഷ തന്നില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ മകളുടെ ജീവിതം കൂടി നശിപ്പിച്ച് ഒരു പാവിയായി പോയി മഹിട്ട ഞാൻ. ഭദ്രേ, നീ ഇങ്ങനെ വിഷമിക്കാതെ. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്. അവരെ പേടിച്ച് നമ്മളിങ്ങനെ ഇനിയൊന്നും ചെയ്യാതിരുന്ന ചിലപ്പോ നമുക്ക് അപ്പുനെ നഷ്ടപ്പെടും. ആ ശ്രീറാം എന്ന് പറഞ്ഞതുപോലെ അപ്പും അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞും അപകടത്തിൽ തന്നെയാണ്. ശരിയാ മഹേട്ട, അതിന് തന്നെ അവരുടെ നീക്കം. എന്നിട്ടും എനിക്കത് മനസ്സിലായില്ലല്ലോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് തുറന്നിട്ടെന്നും അവളെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അപ്പൊ ഇവിടെ വന്ന് വെള്ളം ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ ആക്സിഡന്റും എല്ലാം കൂട്ടി വായിക്കുമ്പോ എനിക്ക് പേടിയാവോ. നീ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണം. എന്നിട്ട് അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. ഞാൻ എന്ത് പറഞ്ഞ അവളെ മനസ്സിലാക്കുക? എന്റെ ഉള്ളിലുള്ളതൊന്നും അവളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പറയണ്ട. പക്ഷേ നീ പോണം. ഭൂമിയോളം നീ താഴണം, നിന്റെ മകളുടെ ജീവന് വേണ്ടി. എന്നിട്ട് അവളെ വിളിച്ചോണ്ട് തിരിച്ചു വരണം.
അത് നീ ചെയ്യണം. പക്ഷെ മഹേട്ടനും കൂടി എന്റെ കൂടെ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. ഇല്ല, ഞാൻ വരില്ല ഭദ്രേ. എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനം കൊടുത്ത് സ്നേഹിച്ചത് അവളെ. എന്നിട്ട് അവളിൽ നിന്ന് ഞാൻ അത്രയും കേട്ടു. ഇനി എന്തെങ്കിലും അവളുടെ വായിന്ന് കേൾക്കാൻ എനിക്കതിനുള്ള ശക്തിയില്ല. ഭദ്രേ, എന്നെ നിർബന്ധിക്കരുത്. നീ പോയാ മതി. നിങ്ങളുടെ സ്വന്തം മകളെ വെള്ള പതപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം മകളെ വെള്ള പതപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും.